Good morning. Welcome back to our online class. In the last class, we have completed our 11th chapter. Today, we are going to discuss our 12th chapter. The title of the chapter is Insolation and Atmospheric Condition. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 11ാമത്തെ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് തുടങ്ങുന്നത് നമ്മുടെ 12ാമത്തെ ചാപ്റ്ററാണ് ഇൻസുലേഷൻ ആൻഡ് അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ. ദെൻ ഫസ്റ്റ് ടോപ്പിക് സൺ ദ എനർജി പ്രൊവൈഡർ. അപ്പോൾ നമുക്കറിയാം സൺ ഈസ് ദി സോൾ സോഴ്സ് ഓഫ് എനർജി ഫോർ ദി എർത്ത് അല്ലേ. നമ്മുടെ എർത്തിലേക്കുള്ള ഒരു എനർജിയുടെ സോഴ്സ് എന്ന് പറയുന്നത് ആരാണ്? സണ്ണാണ് അല്ലേ. എനർജി ഫ്രം ദി സൺ റീച്ചസ് ദ എർത്ത് ഇൻ ദി ഫോം ഓഫ് റേസ്. ദിസ് ഈസ് കോൾഡ് ഇൻസൊലേഷൻ. അപ്പോൾ എന്താണ് ഇൻസൊലേഷൻ? എനർജി ഫ്രം ദി സൺ റീച്ചസ് ഇൻ ദ എർത്ത് ഇൻ ദി ഫോം ഓഫ് റേസ്. ദിസ് ഈസ് കോൾഡ് ഇൻസൊലേഷൻ. അപ്പോൾ ഇതിൽ ആദ്യമായിട്ട് നമുക്ക് എഴുതാനുള്ള ഒരു ടോപ്പിക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ഇൻസൊലേഷൻ എന്നുള്ളതാണ്. ഇൻസൊലേഷൻ എന്താണ്? എനർജി ഫ്രം ദ സൺ റീച്ചസ് ദ എർത്ത് ഇൻ ദി ഫോം ഓഫ് റേസ്. സൂര്യനിൽ നിന്നുള്ള എനർജി എർത്തിലേക്ക് എത്തുന്നത് ഏത് ഫോമിലാണ്? റേസുകളായിട്ട് അല്ലേ. റേസുകളായിട്ടാണ്. ഇതിനെയാണ് എന്ത് പറയുന്നത്? ഇൻസൊലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളിവിടെ എഴുതുക വാട്ട് ഈസ് ഇൻസൊലേഷൻ. എനർജി ഫ്രം ദി സൺ റീച്ചസ് ദി എർത്ത് ഇൻ ദ ഫോം ഓഫ് റേസ്. ദിസ് ഈസ് കോൾഡ് ഇൻസൊലേഷൻ. ദെൻ ഇനി അടുത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കറിയാം എന്തൊക്കെയാണ് ഫാക്ടേഴ്സ്. ദ ഫാക്ടേഴ്സ് such as altitude, nearness to sea, etc. also cause local variations in the temperature conditions. അപ്പോൾ നമുക്ക് സൂര്യനിൽ നിന്ന് കിട്ടുന്ന ഒരു എനർജി എന്ന് പറയുന്നത് എല്ലാ സമയത്തും ഒരുപോലെയല്ല അല്ലേ. പല സ്ഥലങ്ങളിലും അത് വ്യത്യാസമുണ്ടാവും. ആസ് ഇക്വറ്റോറിയൽ റീജിയൻ റിസീവ്സ് വെർട്ടിക്കൽ റൈസ് ഓഫ് സൺ, ടെമ്പറേച്ചർ ഈസ് വെരി ഹൈ ഹിയർ. ഇക്വറ്റോറിയൽ റീജിയനിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് വെർട്ടിക്കൽ ആയിട്ടുള്ള സൺറൈസ് ആണ്. അതുകൊണ്ട് തന്നെ അവിടെ എന്തായിരിക്കും? ടെമ്പറേച്ചർ ഹൈ ആയിരിക്കും. Then temperature gradually decreases towards the poles due to the inclination of the sunrise. എന്നാൽ പോൾസിലേക്ക് പോകുന്തോറും ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുന്നുണ്ട്. അതിന് കാരണം എന്താ? ഇൻക്ലിനേഷൻ ഓഫ് ദി സൺറൈസ്. ഇൻക്ലിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ചെരിവ് അല്ലേ. ചെരിഞ്ഞിട്ടാണ് കിട്ടുന്നത്. അതുകൊണ്ട് പോൾസിലേക്ക് പോകുന്തോറും കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഫാക്ടേഴ്സ്. ദ ഫാക്ടേഴ്സ് സച്ച് ആസ് ആൾട്ടിറ്റ്യൂഡ്, നിയർനെസ് ടു സീ, എക്സെട്ര ആൾസോ കോസ് ലോക്കൽ വേരിയേഷൻസ് ഇൻ ദി ടെമ്പറേച്ചർ കണ്ടീഷൻസ്. ടെമ്പറേച്ചർ കണ്ടീഷൻസിൽ ലോക്കൽ വേരിയേഷൻസ് ഉണ്ടാകുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? അതിലൊന്ന് ആൾട്ടിറ്റ്യൂഡാണ്. മറ്റൊന്ന് എന്താണ്? നിയർനെസ് ടു സീ. ഇപ്പോൾ രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ എഴുതണം. വാട്ട് വർ ദ ഫാക്ടേഴ്സ് ദാറ്റ് കോസ് ലോക്കൽ വേരിയേഷൻസ് ഇൻ ദി ടെമ്പറേച്ചർ കണ്ടീഷൻസ്. അതിലേതൊക്കെയാണ് ഫാക്ടേഴ്സ്? ഒന്ന് ആൾട്ടിറ്റ്യൂഡ്, മറ്റൊന്ന് നിയർനെസ് ടു സീ. ദ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ഡിക്രീസസ് ഗ്രാജുവലി വിത്ത് ദ ഇൻക്രീസ് ഇൻ ആൾട്ടിറ്റ്യൂഡ്. ഇനി അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഡിക്രീസ്? ഗ്രാജുവലി വിത്ത് ദ ഇൻക്രീസ് ഇൻ ആൾട്ടിറ്റ്യൂഡ്. ആൾട്ടിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുന്നുണ്ട്, കുറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഹൈ ആൾട്ടിറ്റ്യൂഡ് റീജിയൻസ് ആയിട്ടുള്ള മൂന്നാർ, വയനാട് ഇവിടങ്ങളിലൊക്കെ എങ്ങനെയാണ്? കൂൾ ക്ലൈമറ്റ് ആണുള്ളത് അല്ലേ. അപ്പോൾ അത് കൂൾ ക്ലൈമറ്റ് ആണ് അവിടെ ഉള്ളതിന് കാരണം അത് എങ്ങനെയുള്ള റീജിയനാണ്? ഹൈ ആൾട്ടിറ്റ്യൂഡ് റീജിയൻസ് ആണ്. ഉയർന്ന പ്രദേശങ്ങളാണ് മൂന്നാറും വയനാടും ഒക്കെ. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ നമുക്ക് കൂൾ ക്ലൈമറ്റ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോൾ കാരണം എന്താ? അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ഡിക്രീസസ് ഗ്രാജുവലി വിത്ത് ദ ഇൻക്രീസ് ഇൻ ആൾട്ടിറ്റ്യൂഡ്. ഉയരം കൂടുന്നതിനനുസരിച്ച് അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ കുറയുന്നുണ്ട്. ഇതാണ് അതിൻ്റെ കാരണം. ഇനി എങ്ങനെയാണ് ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നത്? Atmospheric temperature is measured using the instrument called thermometer. It records temperature in degree Celsius or degree Fahrenheit. അപ്പോൾ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ മെഷർ ചെയ്യാനുള്ള ഇൻസ്ട്രുമെൻറ്റ് അതിൻ്റെ പേരെന്താണ്? തെർമോമീറ്റർ ആണ് കേട്ടോ. അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ഈസ് മെഷേർഡ് യൂസിങ് ദ ഇൻസ്ട്രുമെൻറ്റ് കോൾഡ് ഡാഷ് അല്ലേ. ഇത് നിങ്ങൾ എഴുതേണ്ടതാണ്. എന്താണ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ പേര്? തെർമോമീറ്റർ.
ഇത് റെക്കോർഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? റെക്കോർഡ്സ് ടെമ്പറേച്ചർ ഇൻ ഡിഗ്രി സെൽഷ്യസ് ഓർ ഡിഗ്രി ഫാരൻഹീറ്റ്. ഡിഗ്രി സെൽഷ്യസിൽ അല്ലെങ്കിൽ ഡിഗ്രി ഫാരൻഹീറ്റിലാണ് ഇത് റെക്കോർഡ് ചെയ്യുന്നത്, അതായത് അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇതും എഴുതുക. തെർമോമീറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? എന്താണ്? അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ മെഷർ ചെയ്യാനുള്ള ഇൻസ്ട്രുമെൻ്റ് ആണ്. ഇനി അടുത്തത് ടെമ്പറേച്ചർ ആൻഡ് മൂവ്മെൻറ്റ് ഓഫ് എയർ. നോക്കൂ, എന്താണ് രണ്ടും തമ്മിലുള്ള ഒരു റിലേഷൻ എന്നുള്ളത് നോക്കാം. അതിൽ ആദ്യം എന്താണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്നുള്ളത്? The weight exerted by the air in the atmosphere is the atmospheric pressure. Atmospheric pressure എന്ന് പറഞ്ഞാൽ weight exerted by the air in the atmosphere. എയർ അറ്റ്മോസ്ഫിയറിൽ എക്സേർട്ട് ചെയ്യുന്ന എയർ അറ്റ്മോസ്ഫിയറിൽ ചെലുത്തുന്ന ഒരു വെയ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത്. ദെൻ ആ ഒരു ഇൻസ്ട്രുമെൻ്റ് മെഷർ ചെയ്യാനുള്ള ബാരോമീറ്റർ ഈസ് ദി ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ഫോർ മെഷറിങ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഇനി നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് ബാരോമീറ്റർ, വിച്ച് ഈസ് റെക്കോർഡഡ് ഇൻ ദ യൂണിറ്റ്സ് ഹെക്ടോ പാസ്കൽ, HPa ഓർ മില്ലി ബാർ, MB അല്ലേ? മില്ലി ബാർ എന്ന് പറയുന്ന MB. അപ്പോൾ അറ്റ്മോസ്ഫിയർ, ഇവിടെ 3 ക്വസ്റ്റ്യൻ നമുക്ക് എഴുതാനുണ്ട്. എന്തൊക്കെയാണ്? വാട്ട് ഈസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ? എന്താണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ? ദ വെയ്റ്റ് എക്സേർട്ടഡ് ബൈ ദി എയർ ഇൻ ദി അറ്റ്മോസ്ഫിയർ ഈസ് ദി അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഇനി അതിനുള്ള ഇൻസ്ട്രുമെൻറ്റ്, വിച്ച് ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ഫോർ മെഷറിങ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ? ബാരോമീറ്റർ അല്ലേ? ബാരോമീറ്റർ. ഇനി അതെങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നത്? റെക്കോർഡ് ചെയ്യുന്ന യൂണിറ്റ് ഹെക്ടോ പാസ്കൽ ഓർ മില്ലി ബാർ. അപ്പോൾ ഇത്രയും അതിൽ എഴുതണം. അപ്പോൾ രണ്ടും മാറരുത്. നമ്മൾ നേരത്തെ പറഞ്ഞത് അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ അല്ലേ? ടെമ്പറേച്ചർ മെഷർ ചെയ്യാനുള്ള ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത് തെർമോമീറ്റർ ആണ്. അത് റെക്കോർഡ് ചെയ്യുന്നത് ഡിഗ്രി സെൽഷ്യസ് ഓർ ഡിഗ്രി ഫാരൻഹീറ്റിലാണ്. എന്നാൽ ബാരോമീറ്റർ ഉപയോഗിക്കുന്നത് എന്തിനാ? അറ്റ്മോസ്ഫിയറിക് പ്രഷർ മെഷർ ചെയ്യാനാണ്. അത് ഹെക്ടോ പാസ്കൽ അല്ലെങ്കിൽ മില്ലി ബാറിലാണ് ഇത് മെഷർ ചെയ്യുന്നത്, റെക്കോർഡ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് വൺ എന്താണ്? എയർ കറൻറ്റ് എന്നുള്ളത്. As a result of insolation, the atmospheric air expands, becomes less dense and rises up. This air movement is called air current. What is air current? Air current എന്താണ്? ഇൻസുലേഷൻ്റെ ഭാഗമായിട്ട് ആസ് എ റിസൾട്ട് ഓഫ് ഇൻസുലേഷൻ ദ അറ്റ്മോസ്ഫിയറിക് എയർ എക്സ്പാൻസ്. നമുക്കറിയാം ഇൻസുലേഷൻ എന്താന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? നമ്മളെ സോളാർ എനർജി എന്നുള്ളത്, ആ സോളാർ എനർജി എർത്തിലേക്ക് എത്തുന്ന ആ ഒരു പ്രോസസ്സിൽ ആ റേസ് ആയിട്ടാണ് എത്തുന്നത് സോളാർ എനർജി എർത്തിലേക്ക്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻസൊലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ റേസുകളായിട്ട് സോളാർ എനർജി എത്തുന്നുണ്ട്. ഈ ഒരു ഇൻസൊലേഷൻ്റെ ഭാഗമായിട്ട് അറ്റ്മോസ്ഫിയറിക് എയർ എക്സ്പാൻസ്, നമ്മുടെ അറ്റ്മോസ്ഫിയറിക് എയർ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്, വികസിക്കുന്നുണ്ട്. അങ്ങനെ ചൂടാവുന്നതിൻ്റെ ഭാഗമായിട്ട് അറ്റ്മോസ്ഫിയറിക് എയർ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അതെന്താവും? ബിക്കംസ് ലെസ് ഡെൻസ്. അതിൻ്റെ ഡെൻസിറ്റി കുറയും. അങ്ങനെ ഡെൻസിറ്റി കുറയുമ്പോൾ അത് എന്ത് ചെയ്യുക? റൈസസ് അപ്പ് അല്ലേ? ഉയരുന്നുണ്ട്. അപ്പോൾ ഇൻസുലേഷൻ്റെ ഭാഗമായിട്ട് അറ്റ്മോസ്ഫിയറിക് എയർ എക്സ്പാൻഡ് ചെയ്യുകയും അതിൻ്റെ ഡെൻസിറ്റി കുറയുകയും അങ്ങനെ ഡെൻസിറ്റി കുറയുന്നതിൻ്റെ ഭാഗമായിട്ട് മുകളിലേക്ക് ഉയരുകയും ചെയ്യുന്നുണ്ട്. ദിസ് എയർ മൂവ്മെൻറ്റ് ഈസ് കോൾഡ് എയർ കറൻറ്റ്. ഈ ഒരു എയർ മൂവ്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എയർ കറൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വാട്ട് ഈസ് എയർ കറൻറ്റ്? ആസ് എ റിസൾട്ട് ഓഫ് ഇൻസുലേഷൻ ദ അറ്റ്മോസ്ഫിയറിക് എയർ എക്സ്പാൻസ്, ബിക്കംസ് ലെസ് ഡെൻസ് ആൻഡ് റൈസസ് അപ്പ്. ദിസ് എയർ മൂവ്മെൻറ്റ് ഈസ് കോൾഡ് എയർ കറൻറ്റ്. അപ്പോൾ ഇനി എയർ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്? എയർ മൂവ്സ് ഫ്രം ഹൈ പ്രഷർ റീജിയൻസ് ടു ലോ പ്രഷർ റീജിയൻസ്. എയർ മൂവ് ചെയ്യുന്നത് ഹൈ പ്രഷറുള്ള സ്ഥലങ്ങളിൽ നിന്ന് ലോ പ്രഷറുള്ള സ്ഥലങ്ങളിലേക്കാണ് എയർ മൂവ് ചെയ്യുന്നത്. ഇതിനെയാണ് എന്ത് പറയുക? വിൻഡ്. സച്ച് എയർ മൂവ്മെൻറ്റ് ഈസ് കോൾഡ് വിൻഡ്. അപ്പോൾ വിൻഡ്, വാട്ട് ഈസ് വിൻഡ്? വിൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? എയർ മൂവ്സ് ഫ്രം ഹൈ പ്രഷർ റീജിയൻസ് ടു ലോ പ്രഷർ റീജിയൻസ്. സച്ച് എയർ മൂവ്മെൻറ്റ് ഈസ് കോൾഡ് വിൻഡ്. അപ്പോൾ ഇതിനെ വിൻഡ് എന്ന് പറയുന്നു. ഇനി നമുക്ക് പിന്നെ വിൻഡ് മിൽസുകൾ എവിടെയൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് ഇടുക്കിയിൽ, രാമക്കൽ മേഡ് ഇൻ ഇടുക്കി ഡിസ്ട്രിക്ട് ആൻഡ് കഞ്ചിക്കോട് ഇൻ പാലക്കാട് ഡിസ്ട്രിക്ട്. ഈ പാലക്കാടിലെ കഞ്ചിക്കോടും അതുപോലെ തന്നെ ഇടുക്കിയിലെ രാമക്കൽ മേടൊക്കെ വിൻഡ് എനർജി യൂസ് ചെയ്യുന്ന, അല്ലെ വിൻഡ് എനർജി ഉപയോഗപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ കാറ്റിൽ നിന്ന്
ജനറേറ്റ് ചെയ്യുക, ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് ഈ കൂടുതൽ കാറ്റുള്ള സ്ഥലങ്ങളിൽ ഇതുപോലെയുള്ള വിൻഡ് മില്ലുകൾ സ്ഥാപിക്കും, എന്നിട്ട് അതിൽ നിന്ന് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യും. അപ്പോൾ സ്ഥലങ്ങൾ ഏതൊക്കെയാണ് വിൻഡ് എനർജി ജനറേറ്റ് ചെയ്യുന്ന സ്ഥലങ്ങൾ? ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ രാമക്കൽമേടും പാലക്കാടിൽ കഞ്ചിക്കോടുമാണ്. ആ സ്ഥലങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. ഇനി അടുത്തത്, അനിമോമീറ്റർ ഈസ് ദി ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ഫോർ മെഷറിംഗ് ദി വിൻഡ് സ്പീഡ്. ഇനി വിൻഡിൻ്റെ സ്പീഡ് അളക്കാനുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് അനിമോമീറ്റർ. നിങ്ങൾക്ക് കാണാം, ഇവിടെ പിക്ചർ ഉണ്ട് അനിമോമീറ്ററിൻ്റെ അല്ലേ. അപ്പോൾ എത്രയാണ് വിൻഡിൻ്റെ സ്പീഡ് എത്രയാണെന്ന് അളക്കാനുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് അനിമോമീറ്റർ. ഇനി മറ്റൊരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ട് വിൻഡ് വെയിൻ. ഇവിടെ കാണാം വിൻഡ് വെയിൻ. വിൻഡ് വെയിൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? വിൻഡ് വെയിൻ ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദ ഡയറക്ഷൻ ഓഫ് വിൻഡ്. വിൻഡിൻ്റെ ഡയറക്ഷൻ മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് വിൻഡ് വെയിൻ. അപ്പോൾ രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. അനിമോമീറ്റർ ഇതും എഴുതേണ്ടതാണ്. അനിമോമീറ്റർ എന്തിനു വേണ്ടിയിട്ടാണ്? മെഷറിംഗ് ദി വിൻഡ് സ്പീഡ്. വിൻഡ് വെയിൻ എന്തിനാണ്? യൂസ്ഡ് ടു ഫൈൻഡ് ദ ഡയറക്ഷൻ ഓഫ് വിൻഡ്. വിൻഡിൻ്റെ ഡയറക്ഷൻ കണ്ടെത്താൻ, അല്ലെങ്കിൽ അതിനു വേണ്ടി ഡയറക്ഷൻ കണ്ടെത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് വിൻഡ് വെയിൻ എന്നുള്ളത്. ഇനി നെക്സ്റ്റ്, ടെമ്പറേച്ചർ ആൻഡ് വാട്ടർ ഇൻ ദി അറ്റ്മോസ്ഫിയർ. ടെമ്പറേച്ചറും അതുപോലെ തന്നെ വാട്ടർ ഇൻ ദി അറ്റ്മോസ്ഫിയറിലുള്ള ആ വാട്ടർ കണ്ടൻറ്റ് നോക്കൂ, അതെന്താണെന്ന് നോക്കാം. ദ മോയ്സ്ചർ കണ്ടൻറ്റ് ഇൻ ദി അറ്റ്മോസ്ഫിയർ ഈസ് കോൾഡ് ഹ്യൂമിഡിറ്റി. അപ്പോൾ ഹ്യൂമിഡിറ്റി എന്ന് പറയും. എന്താണ് ഹ്യൂമിഡിറ്റി? ദ മോയ്സ്ചർ കണ്ടൻറ്റ് ഇൻ ദി അറ്റ്മോസ്ഫിയർ. നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള ആ ഒരു മോയ്സ്ചർ കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ ഈർപ്പം നിറഞ്ഞിട്ടുള്ള ഒരു അവസ്ഥയാണ്. അതിനെയാണ് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ വാട്ട് ഈസ് ഹ്യൂമിഡിറ്റി? ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, വാട്ട് ഈസ് ഹ്യൂമിഡിറ്റി? അത് എഴുതാനുള്ളതാണ്. ദ മോയ്സ്ചർ കണ്ടൻറ്റ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ഈസ് കോൾഡ് ഹ്യൂമിഡിറ്റി. ഇനി അത് മെഷർ ചെയ്യാൻ, ഹ്യൂമിഡിറ്റി മെഷർ ചെയ്യാനുള്ള ഇൻസ്ട്രുമെൻ്റ് ആണ് ഹൈഗ്രോമീറ്റർ. ഹൈഗ്രോമീറ്റർ ഈസ് ദി ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ടു മെഷർ ഹ്യൂമിഡിറ്റി. ഹ്യൂമിഡിറ്റി മെഷർ ചെയ്യാനുള്ള ഇൻസ്ട്രുമെൻറ്റ് ഹൈഗ്രോമീറ്റർ. അപ്പോൾ ഇത് മറക്കരുത്, ഇമ്പോർട്ടൻ്റ് ആണ്. ഹ്യൂമിഡിറ്റി എന്താണ്? വിച്ച് ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ടു മെഷർ ഹ്യൂമിഡിറ്റി? ഏതാണ്? ഹൈഗ്രോമീറ്റർ ആണ്. ഇനി നെക്സ്റ്റ് വൺ നോക്കിയേ. നെക്സ്റ്റ് നമുക്ക് എന്താണ് കണ്ടൻസേഷൻ? വാട്ട് ഈസ് കണ്ടൻസേഷൻ? കണ്ടൻസേഷൻ എന്താ നോക്കാം. വെൻ ദ വാട്ടർ വേപ്പർ പ്രസൻറ്റ് ഇൻ ദി എയർ comes in contact with the cold surface of the cup, it clings on as water droplets. The process by which water vapor cools down to liquid state is called condensation. അപ്പോൾ condensation എന്ന് പറഞ്ഞാൽ the process by which water vapor cools down to liquid state. വാട്ടർ വേപ്പറുകൾ ലിക്വിഡിലേക്ക് മാറുക, ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുക? കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. വാട്ട് ഈസ് കണ്ടൻസേഷൻ? ദ പ്രോസസ് ബൈ വിച്ച് വാട്ടർ വേപ്പർ കൂൾസ് ഡൗൺ ടു ലിക്വിഡ് സ്റ്റേറ്റ് ഈസ് കോൾഡ് കണ്ടൻസേഷൻ. അപ്പോൾ ഇതിനെ കണ്ടൻസേഷൻ എന്ന് പറയും. അത് നിങ്ങൾ എഴുതാം. ഇനി നെക്സ്റ്റ്, എയറോസോൾസ് എന്താണ്? എയറോസോൾസ്, ദ വാട്ടർ വേപ്പർ കണ്ടൻസസ് അറൗണ്ട് ദ ഫൈൻ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ആർ കോൾഡ് എയറോസോൾസ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ദ വാട്ടർ വേപ്പർ കണ്ടൻസസ് അറൗണ്ട് ദ ഫൈൻ ഡസ്റ്റ് പാർട്ടിക്കിൾ. നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള ഡസ്റ്റ് പാർട്ടിക്കിളിന് ചുറ്റും വാട്ടർ വേപ്പറുകൾ കണ്ടൻസ് ചെയ്യുന്നുണ്ട്. ഇതിനെയാണ് എയറോസോൾസ് എന്ന് പറയുന്നത്. The concentration of these water droplets leads to the formation of clouds. അപ്പോൾ ഇങ്ങനെ വാട്ടർ ഡ്രോപ്ലെറ്റ്സുകൾ കോൺസെൻട്രേറ്റ് ചെയ്യുക, അങ്ങനെയാണ് എന്തിൻ്റെ ഫോർമേഷന് കാരണമാകുന്നത്? ക്ലൗഡ്സ് മേഘങ്ങൾ ഫോം ചെയ്യുന്നതിന് കാരണമാകുന്നത് ദ കോൺസെൻട്രേഷൻ ഓഫ് ദീസ് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ആണ്. അതായത് നമ്മൾ ഈ വാട്ടർ വേപ്പർ ഫൈൻ ഡസ്റ്റ് പാർട്ടിക്കിളിന് ചുറ്റും കണ്ടൻസ് ചെയ്യുന്ന ഈ വാട്ടർ വേപ്പറുകൾ, ആ വാട്ടർ ഡ്രോപ്ലെറ്റ്സിൻ്റെ കോൺസെൻട്രേഷനാണ് ക്ലൗഡ്സിൻ്റെ ഫോർമേഷന് കാരണമാകുന്നത്. അപ്പോൾ ഇനി നെക്സ്റ്റ്, ക്ലൗഡ്സ് ആർ നോട്ട് ഓൺലി ദ ഫോം ഓഫ് കണ്ടൻസേഷൻ. ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ കണ്ടൻസേഷൻ്റെ ഒരു ഫോമാണ് ക്ലൗഡ്സ് എന്ന് നമുക്കറിയാം, അങ്ങനെയാണ് ഫോം ചെയ്യുന്നത്. ഇനി ക്ലൗഡ്സ് മാത്രമല്ല കണ്ടൻസേഷൻ്റെ ഫോമായിട്ടുള്ളത്, ഫോഗ്, ഡ്യൂ എന്നുള്ളതൊക്കെ തന്നെ. ഫോഗും ഡ്യൂവും എന്തിൻ്റെ പാർട്ടാണ്? ഏതിൻ്റെ ഫോംസാണ്? കണ്ടൻസേഷൻ്റെ ഫോംസാണ്. അപ്പോൾ അതിൽ ഇനി ഫോഗ് എന്താണ്? ഇവിടെ അടുത്തത് നമുക്ക് ഫോഗ് എന്താണെന്നുള്ളത് നോക്കാം.
Water droplets remaining suspended like smoke over the valleys and water bodies. This form of condensation is called fog. ഇപ്പം നമുക്കറിയാം പിന്നെ വാട്ടർ ബോഡീസിൽ അല്ലേ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് റിമൈനിങ് സസ്പെൻഡഡ് ലൈക്ക് സ്മോക്ക് ഓവർ ദ വാലീസ് ഓർ വാട്ടർ ബോഡീസ്. ഇപ്പം നമുക്ക് ഈ വാലീസിലൊക്കെ തന്നെ അതുപോലെ തന്നെ വാട്ടർ ബോഡീസ് അല്ലേ വെള്ളത്തിൻ്റെ മുകളിലൊക്കെ നമുക്കൊരു പുക പോലെ ഇങ്ങനെ നിൽക്കുന്നത് കാണാം വാട്ടർ ഡ്രോപ്ലെറ്റ്സ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പിക്ചർ കാണാനുണ്ട് അല്ലേ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഈ ഒരു പുക പോലെ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് നിൽക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഈ ഫോം ഓഫ് കണ്ടൻസേഷൻ. ഇത്തരത്തിലുള്ള കണ്ടൻസേഷൻ്റെ ഫോമിനെയാണ് നമ്മൾ ഫോഗ് എന്ന് പറയുന്നത്. ഫോഗ് നമ്മൾ മൂടൽമഞ്ഞ് എന്നൊക്കെ പറയില്ലേ. അപ്പോൾ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് റിമൈനിങ് സസ്പെൻഡഡ് ലൈക്ക് സ്മോക്ക് ഓവർ ദ വാലീസ് ആൻഡ് വാട്ടർ ബോഡീസ്. താഴ്വരകളിലും വാട്ടർ ബോഡീസിലും പുക പോലെ നിറഞ്ഞു നിൽക്കുന്ന ആ വാട്ടർ ഡ്രോപ്ലെറ്റ്സിനെയാണ് ഫോഗ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് എന്താണ് ഡ്യൂ. ഡ്യൂ എന്താണ്? ഡ്യൂ എന്ന് പറഞ്ഞാൽ ഇൻ കൂൾ മോർണിംഗ്സ് കണ്ടൻസ്ഡ് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ക്യാൻ ബി ഫൗണ്ട് ഓൺ ഗ്രാസ് ബ്ലേഡ്സ് ആൻഡ് അതർ കോൾഡ് സർഫസ്. ദിസ് ഈസ് കോൾഡ് ഡ്യൂ. ഇപ്പം നിങ്ങൾക്ക് കാണാം നല്ല തണുപ്പുള്ള സമയത്ത് രാവിലെ കാണാം നമ്മൾ പുല്ലുകളിലൊക്കെ ഇങ്ങനെ വെള്ളത്തുള്ളികൾ പുല്ലിൻ്റെ മുകളിലൊക്കെ വെള്ളത്തുള്ളികൾ നിൽക്കുന്നത് കാണാം അല്ലേ. ഇവിടെ പിക്ചർ നിങ്ങൾക്ക് കാണുന്നുണ്ട്. അപ്പോൾ കണ്ടൻസ്ഡ് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ക്യാൻ ബി ഫൗണ്ട് ഓൺ ഗ്രാസ് ബ്ലേഡ്സ് ആൻഡ് അതർ കോൾഡ് സർഫസസ്. ഇപ്പോൾ പുല്ലിൻ്റെ മുകളിലൊക്കെ വെള്ളത്തുള്ളികൾ നിൽക്കുക, അതുപോലെ മറ്റ് തണുത്ത പ്രതലങ്ങളിൽ സർഫസുകളിലൊക്കെ കാണാം. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക ഡ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ കണ്ടൻസേഷൻ്റെ ഡിഫറെൻറ്റ് ഫോംസ്. വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് കണ്ടൻസേഷൻ? ഫസ്റ്റ് വൺ ക്ലൗഡ്സ്, ദെൻ സെക്കൻഡ് വൺ ഫോഗ് ആൻഡ് തേർഡ് വൺ ഡ്യൂ അല്ലേ. ഇത് മൂന്നും കണ്ടൻസേഷൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് ആണ്. അതിൽ ഓരോന്നും എന്താണെന്നുള്ളതും നിങ്ങൾ എഴുതേണ്ടതാണ്. ഇനി നെക്സ്റ്റ് നോക്കൂ, എന്താണ് പ്രസിപ്പിറ്റേഷൻ? പ്രസിപ്പിറ്റേഷൻ എന്നുള്ളതാണ് നമുക്ക് അടുത്തത് പറയാനുള്ളത്. എന്താണ് പ്രസിപ്പിറ്റേഷൻ എന്നുള്ളത്? ആസ് ദി condensation proceeds, the size and weight of the water droplets increase and they move down under the influence of gravity. Similarly, the increase in size of water droplets in the clouds makes them fall down to the earth. This process is called precipitation. ഇപ്പോൾ നിങ്ങൾക്കറിയാം പിന്നെ ഈ നമ്മൾ ഒരു ഗ്ലാസ്സിൽ നമ്മൾ ഐസ് നിറച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, അത് പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ പതുക്കെ കൂളാവാൻ തുടങ്ങും അല്ലേ. തണുക്കാൻ തുടങ്ങുമ്പോൾ അതിങ്ങനെ ലിക്വിഡ് ഫോമിലാവും. അതാണ് നമ്മൾ കണ്ടൻസേഷൻ എന്ന് പറഞ്ഞു. ആ കണ്ടൻസേഷൻ പ്രൊസീഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പിന്നെ അത് നമ്മൾ പുറത്ത് തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അത് പതുക്കെ അലിയാൻ തുടങ്ങുന്നുണ്ട് അല്ലേ ഐസ് ക്യൂബ്സുകൾ. അങ്ങനെ അലിയാൻ തുടങ്ങുമ്പോൾ എന്ത് സംഭവിക്കും? സൈസ് ആൻഡ് വെയ്റ്റ് ഓഫ് ദ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഇൻക്രീസ്. അതിൻ്റെ ഐസ് ക്യൂബ്സ് പിന്നെ എന്താണ് ചെറുതായി വന്നിട്ട് നമ്മൾ ആ വാട്ടറിൻ്റെ സൈസാണ് ഇൻക്രീസ് ചെയ്യുക. ആൻഡ് ദേ മൂവ് ഡൗൺ അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രാവിറ്റി. പിന്നെ അത് ഗ്രാവിറ്റിയുടെ ഭാഗമായിട്ട് മൂവ് ചെയ്യാൻ തുടങ്ങും. ഇതുപോലെ തന്നെ ദ ഇൻക്രീസ് ഇൻ സൈസ് ഓഫ് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഇൻ ദ ക്ലൗഡ്സ് മേക്ക് ദം ഫാൾ ഡൗൺ ടു ദി എർത്ത്. പിന്നെ നമ്മൾ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് അതായത് ക്ലൗഡ്സിലുള്ള വാട്ടർ ഡ്രോപ്ലെറ്റ്സിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യും. അങ്ങനെ അത് എർത്തിലേക്ക് വീഴാൻ തുടങ്ങും. ഈ ഒരു പ്രോസസ്സിനെയാണ് പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വാട്ട് ഈസ് പ്രസിപ്പിറ്റേഷൻ? ദ ഇൻക്രീസ് ഇൻ സൈസ് ഓഫ് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഇൻ ദ ക്ലൗഡ്സ് മേക്സ് ദം ഫാൾ ഡൗൺ ടു ദി എർത്ത്. ദിസ് പ്രോസസ് ഈസ് കോൾഡ് പ്രസിപ്പിറ്റേഷൻ. ഇനി പ്രസിപ്പിറ്റേഷൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് പ്രസിപ്പിറ്റേഷനാണ് അടുത്തത്. പ്രസിപ്പിറ്റേഷൻ്റെ 3 ഫോംസുകൾ. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്, എഴുതേണ്ടതാണ്. എന്താണ് പ്രസിപ്പിറ്റേഷൻ്റെ 3 ഫോംസ്? ഫസ്റ്റ് വൺ റെയിൻഫാൾ, സെക്കൻഡ് വൺ സ്നോഫാൾ ആണ്, ആൻഡ് ദ തേർഡ് വൺ ഹെയിൽ സ്റ്റോൺ. അപ്പോൾ വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് പ്രസിപ്പിറ്റേഷൻ? അതിലേതൊക്കെയാണ്? റെയിൻഫാൾ, സ്നോഫാൾ, ഹെയിൽ സ്റ്റോൺ. ഇനി അതിൽ റെയിൻഫാൾ എന്താണ്? പ്രസിപ്പിറ്റേഷൻ ഇൻ ദ ഫോം ഓഫ് വാട്ടർ ഡ്രോപ്ലെറ്റ്സ്. നമുക്കറിയാം വാട്ടർ ഡ്രോപ്സുകൾ അല്ലേ, മഴ, വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ആ ഫോമിൽ നമുക്ക് കിട്ടുന്ന പ്രസിപ്പിറ്റേഷൻ്റെ ഫോമാണ് റെയിൻഫാൾ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തത് സ്നോഫാൾ എന്താണ്? പ്രസിപ്പിറ്റേഷൻ ഇൻ ദ ഫോം ഓഫ് ടൈനി ക്രിസ്റ്റൽസ് ഓഫ് ഐസ്. ഇനി ഐസിൻ്റെ ചെറിയ ക്രിസ്റ്റൽസ് ആയിട്ടുള്ള പ്രസിപ്പിറ്റേഷൻ്റെ ഫോമിനെയാണ് സ്നോഫാൾ, മഞ്ഞുവീഴ്ച. ദെൻ ഹെയിൽ സ്റ്റോൺ എന്ന് പറഞ്ഞാൽ എന്താ? പ്രസിപ്പിറ്റേഷൻ ഇൻ ദ ഫോം ഓഫ് ഐസ് പെറ്റ്ലെറ്റ്സ് അല്ലേ. ഐസ് പെല്ലറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഐസ് മഞ്ഞ് കട്ടകളായിട്ട് വീഴുന്നതിനെയാണ്
ഹെയിൽ സ്റ്റോൺ എന്ന് പറയുന്നത്. ഇതാണ് 3 പ്രസിപ്പിറ്റേഷൻ്റെ 3 ഫോംസ്. അപ്പോൾ ഇവിടെ എഴുതേണ്ട ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് പ്രസിപ്പിറ്റേഷൻ? അതിൽ നിങ്ങൾ 3 എഴുതണം. റെയിൻഫാൾ, സ്നോഫാൾ, ഹെയിൽ സ്റ്റോൺ എഴുതണം. എന്നിട്ട് ഓരോന്നും എന്താണെന്നും എഴുതണം. റെയിൻഫാൾ എന്താണ്? പ്രസിപ്പിറ്റേഷൻ ഇൻ ദ ഫോം ഓഫ് വാട്ടർ ഡ്രോപ്ലെറ്റ്സ്. സ്നോഫാൾ, പ്രസിപ്പിറ്റേഷൻ ഇൻ ദ ഫോം ഓഫ് ടൈനി ക്രിസ്റ്റൽസ് ഓഫ് ഐസ്. ഹെയിൽ സ്റ്റോൺ എന്ന് പറഞ്ഞാൽ പ്രസിപ്പിറ്റേഷൻ ഇൻ ദ ഫോം ഓഫ് ഐസ് പെല്ലറ്റ്സ്. ഇത് 3 എഴുതുക. ഇനി അടുത്ത ഇൻസ്ട്രുമെൻ്റ് ആണ് റെയിൻ ഗേജ്. ഈസ് ദി ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ടു മെഷർ റെയിൻഫാൾ. ഇറ്റ് ഈസ് മെഷേർഡ് ഇൻ ദ യൂണിറ്റ്സ് ഓഫ് സെൻറ്റിമീറ്റർ ഓർ ഇഞ്ച്. ഇനി അടുത്ത ഇൻസ്ട്രുമെൻ്റ് റെയിൻഫാൾ അളക്കാനുള്ള, മഴ അളക്കാനുള്ള ഉപകരണം ഏതാണ്? റെയിൻ ഗേജ് ആണ്. അതെങ്ങനെയാണ്? സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ഇഞ്ച്. ഇത്ര സെൻറ്റിമീറ്റർ മഴ പെയ്തു എന്നുള്ളതാണ് പറയുക അല്ലേ. അപ്പോൾ അതിനുള്ള ഉപകരണമാണ് റെയിൻ ഗേജ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇതിൽ കുറേ ഇൻസ്ട്രുമെൻ്റ് പറഞ്ഞു. ആദ്യം എന്താ പറഞ്ഞത്? തെർമോമീറ്റർ പറഞ്ഞു അല്ലേ. തെർമോമീറ്റർ എന്തിനുള്ളതാ? അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ മെഷർ ചെയ്യാനുള്ളതാണ്. മെഷറിങ് അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ. ഇനി അത് നമ്മൾ മെഷർ ചെയ്യുന്ന ഏത് യൂണിറ്റിലാണ്? സെൽഷ്യസ്, ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ ഡിഗ്രി ഫാരൻഹീറ്റിലാണ്. പിന്നെ അടുത്തത് നമ്മൾ പറഞ്ഞു അറ്റ്മോസ്ഫിയറിക് പ്രഷർ മെഷർ ചെയ്യാനുള്ള ഇൻസ്ട്രുമെൻറ്റ്. അതേതായിരുന്നു? ബാരോമീറ്റർ ആണ് അല്ലേ. അത് റെക്കോർഡ് ചെയ്യുന്നത് ഹെക്ടോ പാസ്കൽ അല്ലെങ്കിൽ മില്ലി ബാർ എന്നുള്ള യൂണിറ്റിലാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഹ്യൂമിഡിറ്റി മെഷർ ചെയ്യാനുള്ള ഇൻസ്ട്രുമെൻറ്റ് ഹൈഗ്രോമീറ്റർ ആണ്. അതും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹൈഗ്രോമീറ്റർ. പിന്നെ ഇപ്പോൾ നമ്മൾ പറഞ്ഞത് റെയിൻ ഗേജ്. അതെന്തിനു വേണ്ടിയിട്ടുള്ളതാ? റെയിൻഫാൾ മെഷർ ചെയ്യാനുള്ള ഇൻസ്ട്രുമെൻ്റ് ആണ് റെയിൻ ഗേജ്. അത് മെഷർ ചെയ്യുന്ന യൂണിറ്റ് സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ഇഞ്ച് ഇതിലാണ്. ഇനി അടുത്തത് വെതർ ആൻഡ് ക്ലൈമറ്റ്. വെതറും ക്ലൈമറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത്. The atmospheric condition experienced in a particular place at a particular time is called weather. The average weather condition of any region over a longer period of time is called climate. അപ്പോൾ എന്താണ് ഡിഫറൻസ്? രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വെതർ ആൻഡ് ക്ലൈമറ്റ്? ഇവിടെ നിങ്ങൾ എഴുതേണ്ട ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വെതർ ആൻഡ് ക്ലൈമറ്റ്? വെതറും ക്ലൈമറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? അപ്പോൾ അതിൽ വെതർ എന്ന് പറഞ്ഞാൽ എന്താ? The atmospheric condition experienced in a particular place at a particular time is called weather. ഒരു പെർട്ടിക്കുലർ ടൈമിൽ, ഒരു പ്രത്യേക സ്ഥലത്ത്, ഒരു പ്രത്യേക സമയത്ത് എക്സ്പീരിയൻസ് ചെയ്യുന്ന അറ്റ്മോസ്ഫിയറിക് കണ്ടീഷനെയാണ് നമ്മൾ എന്തു പറയുക? വെതർ എന്ന് പറയുന്നത്. എന്നാൽ ക്ലൈമറ്റ് എന്താണ്? ദ ആവറേജ് വെതർ കണ്ടീഷൻ ഓഫ് എനി റീജിയൺ ഓവർ എ ലോങ്ങർ പീരീഡ് ഓഫ് ടൈം ഈസ് കോൾഡ് ക്ലൈമറ്റ്. എന്നാൽ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ആവറേജ് വെതർ കണ്ടീഷനാണ്. ഏതെങ്കിലും ഒരു സ്ഥലത്ത്, ഏതൊരു റീജിയണിലെയും ഒരു ആവറേജ് വെതർ കണ്ടീഷൻ അതെങ്ങനെയായിരിക്കും? ഒരു ലോങ്ങർ പീരീഡിലായിരിക്കും. അതിനെയാണ് നമ്മൾ ക്ലൈമറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഇതാണ് നിങ്ങൾ എഴുതേണ്ടത്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വെതർ ആൻഡ് ക്ലൈമറ്റ്? അപ്പോൾ ഈ ഒരു പാരഗ്രാഫാണ് എഴുതേണ്ടത്. ഇനി നമുക്കറിയാം ഒരുപാട് സർട്ടൻ ഹ്യൂമൻ ആക്ടിവിറ്റീസ് അഡ്വേഴ്സ്ലി അഫക്റ്റ് ദി ക്ലൈമറ്റ് ഓഫ് ദി എർത്ത്. ഒരുപാട് ഹ്യൂമൻ ആക്ടിവിറ്റീസ് നമ്മുടെ ക്ലൈമറ്റിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ക്ലൈമറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഹ്യൂമൻ ആക്ടിവിറ്റീസ് അല്ലേ? ഹ്യൂമൻ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് ഇപ്പോൾ നമുക്കറിയാം. പിന്നെ കാർബൺ ഡൈ ഓക്സൈഡും കാർബൺ മോണോക്സൈഡും അതിൻ്റെ കണ്ടൻറ്റുകളൊക്കെ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും അല്ലേ? അപ്പോൾ അത് നമ്മുടെ ക്ലൈമറ്റിനെ അഫക്റ്റ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ദ ഗ്യാസസ് റിലീസ്ഡ് ഇൻ ടു ദി അറ്റ്മോസ്ഫിയർ ആസ് എ റിസൾട്ട് ഓഫ് ദി എക്സസീവ് യൂസ് ഓഫ് ഫോസിൽ ഫ്യൂവൽസ് ലൈക്ക് കോൾ, പെട്രോളിയം എക്സെട്ര. പിന്നെ വാഹനങ്ങളൊക്കെ പുറത്ത് വരുന്ന പുക, അതിൽ നിന്നൊക്കെ നമുക്ക് എന്തായിരിക്കും? നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതിലുള്ള ഫോസിൽ ഫ്യൂവൽസ് എക്സസീവായിട്ട്, കോള്, പെട്രോളിയം തുടങ്ങിയിട്ടുള്ള ഫോസിൽ ഫ്യൂവൽസ് ഒക്കെ എക്സസീവായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്കിതുപോലെ സംഭവിക്കും. അപ്പോൾ ഇതാണ്
ഇവിടെ 2 പിക്ചേഴ്സ് തന്നിട്ടുണ്ട് അല്ലേ. ദ ഫോളോയിങ് പിക്ചേഴ്സ് ഇൻഡിക്കേറ്റ് എ കപ്പിൾ ഓഫ് സോഴ്സസ് ഓഫ് ഗ്യാസസ് കോസിങ് ആൻഡ് ഇൻക്രീസ് ഇൻ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ. നമ്മുടെ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാനുള്ള കോസസ്, അതിൻ്റെ കാരണം ആ പിക്ചേഴ്സാണ്. എന്താണ്? നമ്മൾ വാഹനങ്ങളിൽ നിന്നുള്ള പുക, അതുപോലെ തന്നെ ഫാക്ടറികൾ പുറന്തള്ളുന്ന പുക, ഇതൊക്കെ ഈ ഗ്യാസസുകൾ, ഇതിൽ നിന്നൊക്കെ വരുന്ന ഗ്യാസസുകൾ നമ്മുടെ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാൻ കാരണമാവുന്നുണ്ട്. അപ്പോൾ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ നമ്മുടെ ക്ലൈമറ്റിൽ അത് മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ. ഒരു ചെറിയ ചാപ്റ്ററാണ്. അപ്പോൾ ഇതിൽ ഞാൻ ഓരോന്നും പറഞ്ഞപ്പോൾ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ നോട്ടിൽ എഴുതി വെക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ നോട്ടിൽ എഴുതി വയ്ക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ചാപ്റ്ററുമായിട്ട് കാണാം. താങ്ക് യു.